വയനാട് കൂളിവാലിൽ മദ്യലഹരിയിൽ ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥൻ ഓടിച്ച കാറിടിച്ച് അപകടമുണ്ടായിരിക്കുന്നു. കണിയാമ്പറ്റ സ്വദേശി മനീഷാണ് വാഹനം ഓടിച്ചത്. 2 വാഹനങ്ങളിൽ കാറിടിച്ചു. മനീഷിനെ പനമരം പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു. എന്താണ് സംഭവിച്ചത്? ഇതിന് ചാവിയോടെയുള്ള വണ്ടി സൈഡാക്കട്ടെ. അതിന് ചാവിയോടെയുള്ള വണ്ടി സൈഡാക്കട്ടെ. ചാവി ഉണ്ടോ? സൈഡാക്കട്ടെ. വണ്ടി ബ്ലോക്കാ. എന്താ എനിക്ക് പേരെന്നാ പറഞ്ഞത്? മനീഷ്. എവിടെയാ സ്ഥലം? എവിടെയാ? കണിയാമ്പറ്റ. ആരെങ്കിലും വിളിക്കണോ? അതിന്റെ കുടുംബക്കാരാ? അപ്പൊ വണ്ടി റോട്ടിലോ നീ സൈഡിലോ ആയാലും ശരിയാവുക. വണ്ടിയുടെ താക്കോലോട്ടെ. യെസ്, കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സുജിത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ടെലിഫോണിൽ ചേരുന്നു. സുജിത്ത്, എന്താണ് സംഭവിച്ചതെന്ന് ഏതാണ്ട് വ്യക്തമാണ്. നല്ല മദ്യലഹരിയിലാണ് ഈ ജയിൽ ഉദ്യോഗസ്ഥനാണെന്ന് പറയുന്നു. ഒപ്പം ഈ കാറിടിച്ച ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ? ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? പ്രജിൻ, ഇന്ന് രാത്രിയിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. മദ്യപിച്ച് കാർ ഓടിച്ച ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥനാണ് 2 വാഹനങ്ങളിൽ ഇടിച്ചത്. വാഹനം വയനാട് കൂളിവയലിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. കൂളിവയൽ ആണ് ഇങ്ങനെ ഒരു സംഭവം. ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥനായ കണിയാമ്പറ്റ സ്വദേശി മനീഷാണ് വാഹനം ഓടിച്ചിരുന്നത്. വാഗണർ കാറാണ്. ഈ കാറ് നിർത്തിയിട്ട ഓൾട്ടോ കാറിനൊപ്പം തന്നെ ബൊളോറോ പിക്കപ്പിലും ഇടിക്കുകയായിരുന്നു. ഈ ബൊളോറോ വാഹനം ഗുണ്ടൽപേട്ടിലേക്ക് പോവുകയായിരുന്നു. ഈ വാഹനത്തിലാണ് ഇടിച്ചിരിക്കുന്നത്. അപകടത്തെ തുടർന്ന് അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയായിരുന്നു. മദ്യലഹരിയിലായിരുന്നു എന്നുള്ളത് വ്യക്തമാകുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. തുടർന്ന് ഈ ഉദ്യോഗസ്ഥനെ നാട്ടുകാർ പനമരം പോലീസിൽ ഏൽപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. നിലവിൽ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തു വരികയാണെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാവുന്നുണ്ട്. എന്തായാലും നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. കാരണം അമിതമായ മദ്യലഹരിയിലാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ആരോപണം. പ്രജിൻ. യെസ്, സുജിത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിയത്.